ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി. അശാസ്ത്രീയ ഗർഭഛിദ്രം സ്ഥിരീകരിക്കുകയാണ് ഡോക്ടർമാർ. യുവതിക്ക് അമിത രക്തസ്രാവവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായെന്നാണ് മൊഴി. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ അന്വേഷണ സംഘം തെളിവെടുത്തു. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലും പരിശോധന നടത്തുന്നു. ഹരിമോഹനും ഇക്ബാൽ അറക്കലും വിവരങ്ങളുമായി നമുക്കൊപ്പം. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, യുവതിയുടെ മൊഴിയും ഡോക്ടർമാർ നൽകിയ മൊഴിയും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ? എന്താണ് SITയുടെ നിഗമനം? സുജയ, ഇതുവരെ ലഭിച്ച വിവരങ്ങൾ, മൊഴികളൊക്കെ പ്രകാരം യുവതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴികളെ സാധൂകരിക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. 2 ഡോക്ടർമാരുണ്ട്. 2 സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ അടുത്താണ് യുവതി ഗർഭചിത്രത്തിന് ശേഷം ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ചികിത്സ തേടിയത്. ആ ചികിത്സ തേടിയ സമയത്ത് ഉണ്ടായിരുന്ന ആരോഗ്യാവസ്ഥയെ അടക്കം സൂചിപ്പിച്ചതുകൊണ്ട്, ഒപ്പം തന്നെ ആ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന അപകടാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടുള്ള മൊഴിയാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ടുള്ള മൊഴിയാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് 2 സമയങ്ങളിലായി 2 മരുന്നുകൾ, മൈഫിപ്രസ്റ്റോണും മൈസോപ്രോസ്റ്റോളും കഴിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ മൊഴി. ഇത് സാധൂകരിക്കുകയാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. അതായത് ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതിക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു, അപകടകരമായിരുന്നു, ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലാണ് ആ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരെ ചികിത്സിച്ച, യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാർ എന്നുള്ളത് കൂടാതെ ആരോഗ്യ വിദഗ്ധർ എന്നുള്ള നിലയിൽ കൂടി അവരുടെ മൊഴി പരിഗണിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട മൊഴിയായി തന്നെ പോലീസ് കാണുന്നു എന്നുള്ളതാണ്. കാരണം യുവതിയുടെ മൊഴി അവിടെ ആധികാരികമാണ്, അല്ലെങ്കിൽ യുവതിയുടെ മൊഴി ശരിയാണ് എന്നുള്ളതാണ് അവിടെ തെളിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ചുരുക്കത്തിൽ അശാസ്ത്രീയ ഗർഭചിത്രം നടന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് ആ മരുന്ന് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജോബി ജോസഫിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ആ മരുന്ന് ആര് പറഞ്ഞിട്ട് നൽകി എന്നതടക്കം ജോബിയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ജോബിക്ക് ആരാണ് മരുന്ന് നൽകിയതെന്നും അറിയണം. അങ്ങനെ ആവുമ്പോഴായിരിക്കും അക്കാര്യത്തിൽ കുറച്ചുകൂടി തെളിവുകൾ ലഭിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ബലം ആ തെളിവുകൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ മൊഴിയായിരുന്നു തുടക്കം മുതൽക്ക് തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതിയിരുന്നത്. കാരണം അശാസ്ത്രീയ ഗർഭചിത്രം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ, നടന്നോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നടത്തുക എന്നുള്ളതായിരുന്നു പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ. അത് അതിവേഗം തന്നെ പൂർത്തീകരിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ആ മരുന്നിന്റെ എല്ലാ പാർശ്വഫലങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകാവുന്ന അപകടാവസ്ഥയെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആദ്യം മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മൂലം ഒരു ഡോക്ടറുടെ അടുത്ത് പോവുകയും പിന്നീട് രണ്ടാമതും മരുന്ന് കഴിക്കുന്നു. തുടർന്നാണ് ആരോഗ്യാവസ്ഥ വളരെ ഭീകരമായ മോശം നിലയിലേക്ക് ഗർഭചിത്രമാണ് നടന്നത് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയാണ്. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഇന്നെങ്കിലും ഉണ്ടാകുമോ എന്ന് പ്രേക്ഷകരടക്കം ചോദിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? പാലക്കാട്ടുണ്ടോ രാഹുൽ? സുജയ, എന്തായാലും പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും രാഹുലിന് വേണ്ടി നടത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ രാഹുലിന് വേണ്ടി കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും പോലീസ് സംഘം നടത്തുന്നുണ്ട് എന്നാണ് ലഭ്യമാവുന്ന സൂചന. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള 5 അംഗ പോലീസ് സംഘമാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഘം പാലക്കാട്ടേക്ക് എത്തുന്നത്. 2 മണിയോടുകൂടി പാലക്കാട് മേഖലയിലേക്ക് എത്തിയ ഈ അന്വേഷണ സംഘം പിന്നീട് പുലർച്ചയോടുകൂടി 5 മണിയോടുകൂടി തന്നെ രാഹുൽ താമസിക്കുന്ന ഈ കുന്നത്തൂർമേടിന് സമീപമുള്ള ഈ ഫ്ളാറ്റിലേക്ക് എത്തി ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി ഏതായാലും വിശദമായി പരിശോധനയിലേക്ക് ഈ ഉദ്യോഗസ്ഥർ കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ രാഹുൽ എവിടെയെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അതിൽ ഒരു തീരുമാനം വരുന്നത് വരെ തന്നെ ഒളിവിൽ തുടരാനായിരിക്കും ഒരുപക്ഷെ രാഹുൽ പദ്ധതി ഇട്ടിട്ടുണ്ടാവുക. അതിനു മുമ്പ് തന്നെ രാഹുലിനെ എങ്ങനെയെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിന്റെ ഭാഗമായാണ് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ താമസ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രോപ്പർട്ടികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെയെല്ലാം ഒരു തിരച്ചിൽ നടത്തുന്ന ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പാലക്കാട്ടെ പോലീസിന്റെ കൂടി സഹായത്തിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള ഈ പ്രത്യേക സംഘം പാലക്കാട് വിവിധ ഇടങ്ങളിൽ ഈ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പുലർച്ചയോടുകൂടി എത്തിയ സംഘമാണ്. അവർ അല്പസമയം കഴിഞ്ഞാൽ ഈ പാലക്കാട് ഈ കുന്നത്തൂർമേടിന് സമീപമുള്ള ഫ്ളാറ്റിലേക്ക് എത്തി തുടർ പരിശോധനകൾ, വിശദമായിട്ടുള്ള പരിശോധനകളെല്ലാം തയ്യാറാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറക്കലും ഹരിമോഹനുമാണ്. എന്താകും അടുത്ത നടപടികൾ? ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുന്നുണ്ടോ? അതനുസരിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുക? രാഹുൽ പാലക്കാട്ട് തന്നെയുണ്ടോ? രാഹുലിനെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞോ? SIT ഒരു ഉത്തരവിനായി കാക്കുകയാണോ? ഉത്തരവ് ADGP, ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിൽ നിന്ന് ഉടൻ വരുമോ? ഇതൊക്കെയാണ് അറിയേണ്ടത്.